ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ടർബോയ്ക്ക് ശേഷം മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനെത്തുന്ന മമ്മൂട്ടി ചേട്ടൻ നായകനെത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ബസൂക്ക. ചിത്രം ഏപ്രിൽ 10 വിഷു റിലീസായിട്ട് ഫെസ്റ്റിവൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മെഗാസ്റ്റാറിന്റെ അടുത്തൊരു വമ്പൻ ആക്ഷൻ മാസ് എന്റർടൈനർ കൊമേഴ്ഷ്യൽ സിനിമയാണ്. വലിയ സിനിമയ്ക്ക് വമ്പൻ ബഡ്ജറ്റുള്ള സിനിമയ്ക്ക് അതിനൊത്ത വലിയ സ്ക്രീനുകൾ തന്നെ നമ്മുടെ കേരളത്തിൽ ലഭ്യമാകുമെന്നായിരുന്നു ഒരു മാസം മുന്നേ വന്ന റിപ്പോർട്ട്. 400ഓളം സ്ക്രീനുകൾ ആദ്യ ദിവസം സിനിമയ്ക്ക് ലഭ്യമായേക്കുമെന്നൊക്കെ അന്ന് റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം മമ്മൂട്ടിയുടെ ബിഗ് ബഡ്ജറ്റ് സിനിമ ബസൂക്കിക്ക് ആദ്യ ദിവസം കേരളത്തിൽ 200 മുതൽ 225 സ്ക്രീനുകൾ ലഭ്യമാകാനേ സാധ്യതയുള്ളൂ. അത്രത്തോളം സ്ക്രീനുകളിൽ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു തുടങ്ങിയ റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ താരമെന്നും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ നടൻ എന്നൊക്കെ ഇതിനോടകം തന്നെ ആരാധകർ അവകാശപ്പെടുന്ന ഒരു നടൻ, അതോടൊപ്പം തന്നെ തുടർച്ചയായി വിജയ സിനിമകൾ കൊയ്യുന്നുവെന്ന് ആരാധകർ അവകാശപ്പെടുന്ന നടന്റെ ഏറ്റവും പുതിയ വലിയ സിനിമ, ബഡ്ജറ്റുള്ള സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ആ സിനിമയ്ക്ക് നല്ലൊരു വരവേൽപ്പ് തിയേറ്ററുകളിൽ ലഭ്യമാക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ തിയേറ്റർ ഉടമകൾ ഒരു നടനോട് ചെയ്യേണ്ട ഏറ്റവും വലിയ റെസ്പെക്റ്റ് ആണ്. എന്തായാലും ആ റെസ്പെക്റ്റ് നമ്മുടെ തിയേറ്റർ ഉടമകൾ ചെയ്യാത്തതിൽ വലിയ പ്രതിഷേധം നമ്മുടെ ചാനൽ അറിയിക്കുന്നുവെന്ന് മമ്മൂക്ക ആരാധകരെ അറിയിച്ചു കൊള്ളട്ടെ. ഇതിനിടയിൽ ബസൂക്ക എന്ന സിനിമയ്ക്ക് കാര്യമായ സ്ക്രീനുകൾ ലഭ്യമാകാത്തതിൻ്റെ ഒരു കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. എമ്പുരാൻ പോസിറ്റീവ് ലഭ്യമായാൽ സിനിമയ്ക്ക് നല്ല ഹോൾഡ് വിഷു കാലത്തും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ആസിഫ് സിനിമ, ബേസിൽ സിനിമ, അജിത്ത് സിനിമ തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ തൊട്ടപ്പുറത്തെ സ്ക്രീനുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം ബസൂക്കിക്ക് തിയേറ്റർ സ്ക്രീൻ കുറഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ബസൂക്കിക്ക് നല്ല സ്ക്രീനുകൾ ലഭ്യമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇനി നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ഏറ്റവും വലിയ താരത്തിന്റെ, ഏറ്റവും വലിയ നടന്റെ, ഏറ്റവും മികച്ച എക്കാലത്തെയും മികച്ച നടന്റെ, അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളുടെ ഏറ്റവും പുതിയ സിനിമയായ എമ്പുരാൻ എന്ന വലിയ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി 15-ൽ പരം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ സിനിമയുടെ ആദ്യ ഷോയുടെ ആദ്യ സമയ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ലാലേട്ടന്റെ ആരാധക സംഘടനയിൽ നിന്ന് വന്നിരിക്കുകയാണ്. അത് പ്രകാരം നാളെ തിങ്കളാഴ്ച സിനിമയുടെ ആദ്യ ഷോയുടെ അനൗൺസ്മെന്റ് ഉണ്ടായേക്കും എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ സിനിമയുടെ അടുത്ത വമ്പൻ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ, ഓഫ്ലൈൻ പ്രൊമോഷന്റെ അപ്ഡേറ്റുകൾ എല്ലാം തന്നെ വരുന്നുണ്ട്. അതിനായി നമുക്ക് ആവേശത്തോടെ കാത്തിരിക്കാം.